2011 കോഴിക്കോട് കിണാശ്ശേരി സ്വദേശിയായ സാലിം അലിയുടെ കുടുംബത്തിന് വീട് വയ്ക്കാനായി സർക്കാർ 2.5 സെന്റ് ഭൂമി അനുവദിച്ചത്. ജന്മനാ ശരീരം തളർന്ന സാലിം അലിയുടെ ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപയും അനുവദിച്ചു. എന്നാൽ ജനസമ്പർക്ക പരിപാടിയിലൂടെ ലഭിച്ച സ്ഥലത്തിൻ്റെ മേൽ പട്ടയ സംബന്ധമായ കേസ് നിലനിൽക്കുന്നതിനാൽ വീട് വയ്ക്കാനാവാതെ ഈ കുടുംബം വാടക വീട്ടിൽ തന്നെ കഴിയുന്നു. തരാമെന്ന് പറയില്ലാതെ അവർ തന്നില്ല. ലാസ്റ്റ് 2013 ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ അന്ന് പിന്നെ അനുവദിച്ചതാണിത്. അങ്ങനെ 2014 ഭൂമി കിട്ടി എന്നുള്ള ഓർഡർ വന്ന് ആ ഓർഡർ വന്ന് നമ്മൾ തഹസിൽദാരുടെ അടുത്ത് പോയി പതിച്ച് തരാൻ പറഞ്ഞപ്പോൾ തഹസിൽദാർ പറഞ്ഞത് പതിച്ച് തരാൻ പറ്റില്ല, ഇത് കേസുള്ള ഭൂമി അതിനുണ്ട്. ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന ആശ്വാസകിരൺ സഹായധനവും ലഭിച്ചിട്ട് വർഷങ്ങളായി. സാലിം അലിക്കും കുടുംബത്തിനുമൊപ്പം ഭൂമി അനുവദിക്കപ്പെട്ടവർ താമസം ആരംഭിച്ചു കഴിഞ്ഞു. അവർ പറഞ്ഞത് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനോണ്ട് ഇത് പട്ടയം തരാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഇത് കേസുള്ള സ്ഥലം തന്നെ മറ്റൊരിക്കും കൊടുത്തത്. വാടക വീട്ടിൽ കഴിയുന്ന സാലിം അലിയുടെ കുടുംബം സർക്കാരിൻ്റെ കണ്ണിൽ ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. സ്വന്തമായൊരു കൂരയെന്ന സ്വപ്നം നിറവേറുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിപ്പ് തുടരുകയാണ് സാലിം അലിയുടെ കുടുംബം. റിപ്പോർട്ടർ, കോഴിക്കോട്.